നമ്മളെ അടുത്ത വർഷം ബിഗ് ബോസിൽ കയറാൻ സാധ്യത ഉണ്ടാ? അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ കയറിയാൽ ലാലേട്ടനായിട്ട് ലിപ് ലോക്ക് ചെയ്യും. അടുത്ത വർഷം അവിടുന്ന് ബിഗ് ബോക്സിൽ നിന്ന് വിളിക്കുവാണെങ്കിൽ കയറണമെന്ന് എനിക്ക് ചെറിയ ആഗ്രഹമുണ്ട്. അപ്പൊ ലാലേട്ടനെ നേരിട്ട് കണ്ടാലുള്ള അവസ്ഥ, എന്നിട്ട് അവിടെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കി ചട്ടിങ്കലൊക്കെ പറക്കി എറിയണ്ടേ. പിന്നെ ലാലേട്ടന് ലിപ് ലോക്ക് കൊടുക്കാൻ പറ്റിയില്ലേലും ചെറിയൊരു ഉമ്മയെങ്കിലും കൊടുക്കും. ലാലേട്ടന് ഉമ്മ കൊടുക്കും അടുത്ത വർഷം ബിഗ് ബോസിൽ വന്നാൽ. എന്റെ ചെറിയൊരു ആഗ്രഹം, എന്തെങ്കിലും ജനങ്ങൾ കല്ലെറിഞ്ഞില്ലേ, ലാലേട്ടന് ചെറിയൊരു ഉമ്മയെങ്കിലും കൊടുക്കാൻ പറ്റിയ ബിഗ് ബോക്സിൽ കയറിയ കൊടുക്കും, കെട്ടിപ്പിടിച്ച്. എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബ്രാഹ്മണ വൃത്തിക്കാരി. പുള്ളിക്കാരത്തി തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിക്ക് ഭയങ്കരമായിട്ടുള്ള ബ്രാഹ്മണ വൃത്തിയാണെന്നാണ്. ബ്രാഹ്മണ വൃത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒടുക്കത്തെ ബ്രാഹ്മണ വൃത്തിയാണ്. നമ്മുടെ സ്വന്തം ലാലേട്ടനെ ലിപ് ലോക്ക് കിസ് കൊടുക്കണം എന്ന് വരെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അത്രയധികം വിശാലമായ ഹൃദയത്തിനുടമയാണ്. ലാലേട്ടൻ ഇത്രയ്ക്ക് എന്ത് പാപം ചെയ്തു എന്നാണ് മനസ്സിലാക്കാത്തത്. എനിക്ക് മോഹൻലാലേട്ടൻ്റെ കൂടെ ഒരു ലിപ് ലോക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വലിയൊരു ആഗ്രഹമുണ്ട്. ഇനി മനസ്സിലാവുന്നില്ല ആ പാവം എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്, എന്തോ പാപം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ലാലേട്ടൻ എന്തൊക്കെയോ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം നമ്മുടെ ലാലേട്ടന് നേരെ ഇത്തരത്തിലൊരു കിസ് കൊടുക്കണം എന്നൊക്കെ ഒരാൾ പറയാനുള്ള കാരണം. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തിക്ക് ബ്രാഹ്മണ വൃത്തി ഉള്ളത് കൊണ്ട് തൽക്കാലം പേടിക്കണ്ട. പിന്നീട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു പുള്ളിക്കാരത്തിയുടെ കൂടെ ഒരു കരടി എന്ന് പറയുന്ന ഒരു സാധനം, അങ്ങനെ തന്നെ പറയണം, അത്തരത്തിലുള്ള ഒരു കരടി, അയാളുടെ പേരെന്താ, അനീഷ് അട്ടക്കുളങ്ങരി, അങ്ങനെ ഏതാണ്ട് ഒരു കുളമാണ്. അപ്പോൾ പൊട്ടക്കുളമെന്നോ അട്ടക്കുളമെന്നോ എന്തൊക്കെയോ പറയുന്ന ഒരുത്തൻ. അപ്പോൾ ഇവനും കൂടി ചേർന്നിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഞാനല്ല കേട്ടോ പറയുന്നത്, ഞാൻ അയാളെ കണ്ടിട്ടുമില്ല, എനിക്ക് ആ ആൾ ആരാണെന്ന് പോലും അറിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരന് ഭയങ്കര വായനാറ്റമാണെന്നോ അയാൾ ഭയങ്കര വാനാറിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കമൻ്റ് ഇട്ടപ്പോൾ ഇവന് ഭയങ്കര വാനാറ്റമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പാവം പെങ്കൊച്ചിന് വളരെയധികം വേദന ഉണ്ടാക്കി, ഭയങ്കരമായിട്ടുള്ള ഹൃദയവേദന ഉണ്ടായി. അങ്ങനെ ഈ ഒരു പാവം കൊച്ച് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, കൊച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങ് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു വാനാറ്റവും ഇല്ല, വളരെയധികം സുന്ദരനായിട്ടിരിക്കുന്ന, വളരെയധികം അടിപൊളിയായിട്ടിരിക്കുന്ന, നല്ല വെളുത്ത തുടുത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ പുള്ളിക്കാരത്തിക്ക് ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള വാനാറ്റമാണ്, അടുത്തൂടെ പോവാൻ പോലും പറ്റൂല. പലരും പറഞ്ഞു എല്ലാവരും ചെയ്തപ്പം സുനിമോളെ പോലെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇച്ചിരിയെങ്കിലും ഒരു വൃത്തിയുള്ള ഒരാളൂടെ എന്ന് പറഞ്ഞാൽ ഈ എങ്ങനെയാ പറഞ്ഞത്, കുളിക്കാത്തയും നനയ്ക്കാത്തയും വലിയക്കാതെയും നടക്കുന്ന ഈ മുടി വളർത്തി ഈ പുള്ളിക്കാരൻ്റെ കൂടെ എന്തിനു ലിപ് ലോക്ക് ചെയ്ത് ഇങ്ങനെ വേറെ ആരെങ്കിലും കൂടെ ചെയ്താലും ഒരു നടൻ്റെ കൂടെ സിനിമ ചെയ്താലും കുഴപ്പമില്ല. ഞാൻ നോക്കിയിട്ട് പുള്ളി കുളിക്കുന്നുണ്ട്, പല്ലി കേൾക്കുന്നുണ്ട്, മുടി വെട്ടുന്നുണ്ട്, താടി ഇവരിങ്ങനെ പറയുന്നത് കൊണ്ട് പുള്ളി മുടി വളർത്തിക്കൊണ്ട് വരുന്നതാണ്. പുള്ളിക്ക് എന്ന് പറഞ്ഞൊരു കറുപ്പ് നിറമാണ്. പുള്ളി നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് കലപ്പമണിയുടെ സ്വരം എടുക്കാനും ആ ചേട്ടന്റെ സ്വരം എടുക്കാനും പാടാനും പുള്ളി നല്ല കഴിവ്. പുള്ളി എന്ത് പറഞ്ഞാലും അത് തമാശ രീതിയിലാണ്. പുള്ളിക്ക് മാനസികമായി സിനിമയിൽ എത്തണമെന്നുള്ള രീതിയിലാണ് പുള്ളി ഇതെല്ലാം കാണിക്കുന്നത്. എന്നോട് പറഞ്ഞത് അതിന് ഈ ജനങ്ങളെല്ലാം കുളിക്കില്ല, ഒരു മനുഷ്യൻ കുളിക്കാതെ ജീവിക്കാൻ പറ്റും, ഒരു പെണ്ണായാലും ആണായാലും കുഞ്ഞുങ്ങളായാലും ഒരു പല്ല് തേക്കാതെയും കുളിക്കാതെയും ബാത്റൂമിൽ പോകാതെയും അല്ല അങ്ങനെ ജീവിക്കാൻ പറ്റൂല. പുള്ളി ഞാൻ കെട്ടിപ്പിടിച്ചാണ് അഭിനയിക്കുന്നത്. പുള്ളിക്ക് സാധാ ഞാൻ എന്റെ ഫ്രണ്ട്സ് നല്ല വെളുത്ത് സുന്ദരന്മാരുടെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല വാനാറ്റം വരും, പക്ഷെ പുള്ളിയുടെ വായി മാറുന്നില്ല, പുള്ളിക്ക് ഒരു സ്മെല്ലും പുള്ളിക്ക് ഒരു സ്മെല്ലും ഇല്ല, പുള്ളിക്ക് നല്ല മണം. അതിൽ എനിക്കാണെങ്കിൽ ഈ ബ്രാഹ്മണ വൃത്തിയാണ്, എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു വായുടെ സ്മെല്ലോ എന്തെങ്കിലും ഒരു വൃത്തിയുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പോലും പോകില്ല. പുള്ളിയെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി അത്രയും വൃത്തിയുള്ള കൂട്ടത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നവർക്ക് എന്തും പറയാം. ബ്രാഹ്മണ വൃത്തിയോ? ബ്രാഹ്മണ വൃത്തി കാണുന്നവർക്ക് ഭയങ്കര വൃത്തിയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ ക്രിസ്ത്യൻസിനേക്കായും, ഞാൻ ക്രിസ്ത്യൻസിനേക്കായും എല്ലാ ജാതിക്കാരേക്കും അവർ രാവിലെ എണീച്ച് കുളിക്കും. അതേപോലുള്ള ഞാനാണെങ്കിൽ എന്റെ ഡ്രസ്സുമായിട്ട് ഒരു വേറ്റി ഷെഡി പോലും ഞാൻ ഇരിക്കുന്ന കുട്ടിയല്ല. എന്റെ ഡ്രസ്സ് അഴുക്ക് പറ്റുന്നതോ അങ്ങനെ എനിക്ക് വൃത്തിയുടെ ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഒരാൾ ഞാൻ നല്ല എന്റെ കൂട്ടുകാരെ നല്ല സൗന്ദര്യമുള്ള ചെക്കന്മാരുണ്ട് ഫ്രണ്ട്സ്, അവരടുത്തൊക്കെ ഇന്ന് സംസാരിക്കണം, വായിക്കൊക്കെ സ്മെല്ല് വരുമ്പോൾ ഞാൻ ദൂരോട്ട് മാറാറുണ്ട്. അവരിങ്ങനെ കെട്ടിപ്പിടിക്കാൻ വരുമ്പോൾ നമ്മളെ സ്നേഹം കൊണ്ട് ഞാൻ മാറാറുണ്ട്. കാരണം ഒരു സ്മെല്ലുണ്ട്, അവർക്ക് വെളുപ്പും സൗന്ദര്യം മാത്രമേ ഉള്ളൂ, പക്ഷെ വൃത്തിയില്ല. പക്ഷേ ഈ ചേട്ടൻ അങ്ങനെ എനിക്ക് ആ സ്മെല്ല് തോന്നിച്ചിട്ടില്ല. ജനങ്ങളോടൊപ്പം ഞാൻ നേരെ പറയുക, പുള്ളി കുളിക്കുന്നുണ്ട്, പല്ല് കേൾക്കുന്നുണ്ട്, ബാത്റൂമിലും പോകുന്നുണ്ട്. പുള്ളി ജനങ്ങൾക്ക് വേണ്ടി മുടിയും വെട്ടി താടിയും വെട്ടി. പിന്നെ മുടി ഓരോരുത്തരുടെ സ്റ്റൈലാണ് മുടി വളർത്തുന്നതും കമ്മലിടുന്നതും താടി വളർത്തുന്നതും. ഇപ്പൊ തന്നെ സിനിമാക്കാർക്ക് വേണ്ടത് എനിക്കിഷ്ടം മുടി വളർത്തുന്നവരെയും പിന്നെ താടിയുള്ള ചെക്കന്മാരെയും കമ്മലിടുന്നവരെയൊക്കെ എനിക്കിഷ്ടം. പുള്ളി ഒരു താടിയും വളർത്തി മുടിയും വളർത്തി, അതിനെന്താ തെറ്റ്? അപ്പോഴേ മയങ്ങി വീഴും, അതുപോലുള്ള വായ്നാറ്റമാണ്. അതേസമയം ഈ അട്ടക്കുളങ്ങര പൊട്ടക്കുളങ്ങരയൊക്കെ ഉള്ള ഈ പറയുന്ന കരടിയോ കടുവയോ
ഏതാണ്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരനാണെങ്കിൽ ഒടുക്കത്തെ വൃത്തിയാണെന്നാണ് പറയുന്നത്. ഒടുക്കത്തെ വൃത്തിയാണ്. പുള്ളിക്ക് സമയത്ത് എന്താ ഒരു ദിവസം 5, 7, 10 സമയത്തൊക്കെ പല്ല് തേക്കും. അതുപോലെ തന്നെ ഒരു ദിവസം 7-8 തവണ ടോയ്ലറ്റിൽ പോവും. അതുപോലെ തന്നെ 4-5 തവണ കുളിക്കും. അതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കരമായിട്ടുള്ള വൃത്തിയാണെന്നാണ് ഈ ഒരു കൊച്ചിക്ക് പറയുന്നത്. അതായത് ഈ പറയുന്ന പൊട്ടക്കുളങ്ങരയ്ക്ക് ബ്രാഹ്മണ വൃത്തിയാണെന്നാണ് പറയുന്നത്. ആണോ? ആണെന്ന് തോന്നുന്നു. എന്തായാലും പുള്ളിക്കാരന് ഭയങ്കര ബ്രാഹ്മണ വൃത്തിയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മറ്റുള്ളവർ കാണുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലാണ് ഈ ഒരു വൃത്തിക്കാരനെ കാണുമ്പോഴത്തേക്ക് വാനാറിയായിട്ടൊക്കെ തോന്നുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ആയിരിക്കാം, മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ പലതരത്തിലുള്ളതല്ലേ. അപ്പോൾ എന്തായാലും ഈ പറയുന്ന പുള്ളിക്കാരത്തി ഇപ്പം വന്നിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടനെ ലിപ് ലോക്ക് ചെയ്യണ്ട എന്നാണ് ഇപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത്. എന്ത് പറ്റിയെന്തോ ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം മാറ്റാനുള്ള എന്താണ് എന്തോ കേട്ടോ, എന്താണ് ആ ഒരു അവസ്ഥയിലേക്ക് പുള്ളിക്കാരത്തി കൊണ്ടെത്തിച്ചത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി ഇപ്പോൾ പറയുന്നത് എന്തായാലും ലാലേട്ടന് ലിപ് ലോക്ക് ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ ബിഗ് ബോസിൽ പോകാനൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ പാത്രങ്ങളും കലവും ചട്ടിയൊക്കെ പറക്കി എറിഞ്ഞുടയ്ക്കണം എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ലാലേട്ടനെ ലിപ് ലോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെങ്കിലും കൊടുക്കണം എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എന്തോ ലാലേട്ടന് സത്യത്തില് 7-2 ശനിയുടെ കൂടെ ഒരു കണ്ടക ശനിയും അതിന്റെ കൂടെ വേറെ എന്തൊക്കെയോ കിടന്ന് കറങ്ങുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ വരുന്നതെല്ലാം ലാലേട്ടന്റെ തലയിലാണല്ലോ വരുന്നത്. ഇത്രയും നാള് ലാലേട്ടന് ലിപ് ലോക്ക് ആയിരുന്നു, ഇപ്പൊ കെട്ടിപ്പിടിച്ച് കിസ്സാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം കേട്ടോ. ലാലേട്ടൻ ഇത് നല്ല സമയമാണെന്ന് പറയണോ, അതേസമയം ലാലേട്ടൻ്റെ കണ്ടകശനി തുടങ്ങിയെന്ന് പറയണോ, എന്താണെന്ന് അറിയില്ല. എന്തായാലും ലാലേട്ടൻ ഒന്ന് കരുതിയിരുന്നോ, ഒരു ബുള്ളറ്റ് പ്രൂഫൊക്കെ ഇട്ട് കരുതിയിരുന്നോളൂ. പിന്നെ ഹെൽമെറ്റൊക്കെ ഉണ്ടെങ്കിൽ വെച്ചേക്കൂ. കാരണം ലിപ് ലോക്ക് ചെയ്യാനും ഹഗ് ചെയ്യാനൊക്കെ ആളുകളൊക്കെ ഇപ്പം ബിഗ് ബോസിനുള്ളിലേക്ക് വരാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എങ്ങാനും കയറി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ലാലേട്ടൻ ചിലപ്പോൾ പെട്ടുപോകും. പിന്നെ ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് പണ്ട് കാലത്ത് ആളുകളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ലാലേട്ടനെ പറ്റിയിട്ട് ഇപ്പോൾ അതൊന്നും ആരും പറയുന്നില്ല. പക്ഷേ എന്നാൽ പോലും ലാലേട്ടൻ ഒന്ന് കരുതിയിരുന്നോളൂ. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ചരിത്രത്തിൻ്റെ നാഴികക്കല്ല് തന്നെ ആവട്ടെ 2026 ബിഗ് ബോസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലാലേട്ടൻ്റെ ലിപ് ലോക്കൊക്കെ കാണാനായിട്ട് കാത്തുകെട്ടിയിരിക്കാം. എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ബ്രാഹ്മണ വൃത്തിക്കാരൊക്കെ വരാനായിട്ടിരിക്കുകയാണ് ബിഗ് ബോസിനുള്ളിലേക്ക്. ഇനി എന്തൊക്കെ ഉണ്ടാവോ എന്തോ, കാത്തിരുന്ന് കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.